Hello dears. Today we will discuss about installation and configuration of local and network printer. Let us see what is a local printer and network printer. A local printer is one which is directly connected to a specific computer. ഇപ്പോൾ നമ്മൾ പ്രിൻറ്റേഴ്സിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ CSH സബ്ജക്റ്റിൽ അതിൽ നമ്മളൊരു പ്രിൻ്റർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ലോക്കൽ പ്രിൻ്റർ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രിൻ്റർ എന്താണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ലോക്കൽ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടറാണ്, ഒരു സിംഗിൾ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രിൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ആ ഒരു പ്രിൻ്റർ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പറയാം ആ ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ലോക്കൽ പ്രിൻ്ററാണ് എന്ന് പറയാം. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. The printer is only accessible from that particular workstation. അപ്പോൾ ആ ഒരു പ്രിൻ്റർ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നിന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ലോക്കൽ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, ഒരു സിസ്റ്റത്തിൽ നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രിൻ്ററിനാണ് നമ്മൾ ലോക്കൽ പ്രിൻ്റർ എന്ന് പറയുക. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ചെറിയ ഓഫീസുകൾ അതേപോലെ തന്നെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻ്റേഴ്സൊക്കെ ഇതുപോലെ ലോക്കൽ പ്രിൻ്റേഴ്സാണ്. അതായത് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇനി എന്താണ് ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ എന്താ നോക്കാം. ദീസ് പ്രിൻ്റേഴ്സ് ആർ എ പാർട്ട് ഓഫ് എ നെറ്റ്വർക്ക് ഓർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് that can all access the single printer at a given time. അപ്പോൾ ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ അല്ലേ, ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രിൻ്ററാണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ നമുക്കറിയാം കുറേ സിസ്റ്റംസ് ഇൻ്റർ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നെറ്റ്വർക്ക് ഡിവൈസൊക്കെ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മളൊരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുന്ന പ്രിൻ്റർ, അപ്പോൾ ആ നെറ്റ്വർക്ക് പ്രിൻ്ററിൻ്റെ മെയിൻ പർപ്പസ് എന്തായിരിക്കും, അതായത് ആ സിസ്റ്റംസ് തമ്മിൽ എന്ത് ചെയ്യുക, ആ പ്രിൻ്റർ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നെറ്റ്വർക്ക് പ്രിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്താണ്, ആ ഒരു നെറ്റ്വർക്കിലേക്ക് ഈ പ്രിൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ പ്രിൻ്റർ പോലെയല്ല, ആ ഒരു നെറ്റ്വർക്കിലുള്ള യൂസേഴ്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂസേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. These printers are connected to the network server via Ethernet cable. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സാധാരണ നമ്മളൊരു കമ്പ്യൂട്ടർ എങ്ങനെയാണോ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുക ആ രീതിയിൽ തന്നെ ഒരു ഈതർനെറ്റ് കേബിൾ, നെറ്റ്വർക്ക് കേബിൾ RJ45 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ RJ45 കേബിൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത്, സ്വിച്ചിലേക്കാണോ അല്ലെങ്കിൽ റൗട്ടറാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. സാധാരണ ഒരു സിസ്റ്റം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നോ ആ നെറ്റ്വർക്കിലേക്ക് ആ രീതിയിൽ തന്നെയാണ് ഈ പ്രിൻ്ററും കണക്ട് ചെയ്യുക. നെറ്റ്വർക്ക് പ്രിൻ്റേഴ്സ് ക്യാൻ ഓപ്പറേറ്റ് വിത്ത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്, എക്സാമ്പിൾ വിൻഡോസ്, ലിനക്സ്, മാക് എക്സെട്ര. ഇപ്പോൾ നെറ്റ്വർക്ക് പ്രിൻ്റേഴ്സ് എന്താണ്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഇപ്പം പിന്നെ നമ്മളൊരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ ഇപ്പം പിന്നെ വേറെ ഒന്നിലധികം നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സിസ്റ്റംസ് വിൻഡോസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ചില ലിനക്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ എന്താണ്, ഈ ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ ആയിരിക്കുന്ന സമയത്ത് അത് പ്രിൻ്റർ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, ഒരു സിസ്റ്റത്തിലല്ല കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനെ ഈ മൾട്ടിപ്പിൾ OSൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരേ സമയം തന്നെ എന്താണ്, ചില സിസ്റ്റംസ് വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാം. അതുപോലെ ലിനക്സിൽ വർക്ക് ചെയ്യുന്ന വേറെ സിസ്റ്റം ആണെങ്കിൽ അതും എന്താണ്, ആ പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പിന്നെ നെറ്റ്വർക്ക് പ്രിൻ്ററിൻ്റെ പിന്നെ ബെനിഫിറ്റ്.
അപ്പോൾ നമ്മൾ ഈ ലോക്കൽ പ്രിൻ്ററും നെറ്റ്വർക്ക് പ്രിൻ്ററും അത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒരു ലോക്കൽ പ്രിൻ്റർ ആകുമ്പോൾ എന്താണ്, അത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എപ്പോഴാണോ പ്രിൻറ്റ് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് പ്രിൻറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. നേരെ മറിച്ച് ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ ആണെങ്കിൽ അവർ ആ പ്രിൻ്റർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കത് യൂസ് ചെയ്യാന്നുള്ളൂ അല്ലേ. അത് ഞാൻ പ്രിൻ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അത് ആ സമയത്ത് വേറെ ആരെങ്കിലും പിന്നെ ഇതുപോലെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ കുറേ യൂസേഴ്സ് ഒന്നിച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 25-50 യൂസേഴ്സൊക്കെ ഒരേ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിൻ്റർ ക്യൂവിലാണ് ഞാൻ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ 1 by 1 ആയിട്ട് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ പ്രിൻ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ആ പ്രിൻ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് ആ പ്രിൻ്റ് ക്യൂ എന്ന് പറയാം. പ്രിൻ്റ് ക്യൂവിൽ അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് 1 by 1 ആയിട്ട് ആ ഓരോ ജോബും ആ പ്രിൻ്റർ ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പി ആ പ്രിൻ്റ് ചെയ്ത പ്രിൻ്റ് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ അടുത്ത് പോയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ബെനിഫിറ്റ് ഉണ്ട് ഈ ലോക്കൽ പ്രിൻ്റർ ആകുമ്പോൾ. അപ്പോൾ ലോക്കൽ പ്രിൻ്റർ ആകുമ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു 10-15 സിസ്റ്റംസ് ഉള്ള ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഇപ്പോൾ ലോക്കൽ പ്രിൻ്റർ എല്ലാ സിസ്റ്റത്തിലും ഓരോ പ്രിൻ്റർ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത് എക്കണോമിക്കലല്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പ്രിൻ്റർ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും. ഇനി വലിയ നെറ്റ്വർക്ക് ആണെങ്കിലോ അവിടെ ഇതേപോലെ തന്നെ ഷെയറിങ്ങും അത്ര പോസിബിൾ ആവില്ല, സക്സസ് ആവില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് പ്രിൻ്റർ യൂസ് ചെയ്യും. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു ചെറിയൊരു നെറ്റ്വർക്കാണ്, ഒരു ലാൻ. അതിൽ കുറേ സിസ്റ്റംസ് ഉണ്ട്. ഒരു 3-4 സിസ്റ്റംസ് കാണാം, കമ്പ്യൂട്ടർ സിസ്റ്റംസ് കാണാം. പിന്നെ അതുപോലെ ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റംസിലും, അതായത് കമ്പ്യൂട്ടർ 1, 2, 4 അതിൽ ഓരോ പ്രിൻ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു പ്രിൻ്റർ എയും പ്രിൻ്റർ സിയും അത് നെറ്റ്വർക്ക് പ്രിൻ്ററായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിൽ 3 സിസ്റ്റംസിൽ നമ്മൾ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ പ്രിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കോസ്റ്റ് വളരെ കൂടും അല്ലേ. ഓരോ സിസ്റ്റത്തിനും ഓരോ പ്രിൻ്ററായിട്ട് നമ്മൾ പിന്നെ വാങ്ങിക്കണം. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ ഈ 4 സിസ്റ്റം, ഇനി വേറൊരു ഫിഗർ നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇപ്പോൾ ഇവിടെ 4 സിസ്റ്റം ഉണ്ട് അല്ലേ. കമ്പ്യൂട്ടർ 1, 2, 3, 4 ഇതിലേക്ക് നമ്മൾ ഒരൊറ്റ പ്രിൻ്ററെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കമ്പ്യൂട്ടർ 4ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ 4ൽ അത് ഒരു ലോക്കൽ പ്രിൻ്റർ ആണെങ്കിൽ കൂടി ഇത് നെറ്റ്വർക്ക് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 3 സിസ്റ്റംസിനും എന്ത് ചെയ്യും, ഈ ഒരു പ്രിൻ്റർ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷെയർഡ് പ്രിൻ്റർ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ്, ആ ഒരു പ്രിൻ്റർ ഇപ്പോൾ ചെറിയ ഓഫീസുകൾ, അതേപോലെ ഇപ്പം വീട്ടിലുള്ള തന്നെ 1-2 കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു പ്രിൻ്റർ മാത്രം കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഷെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ്, കൂടുതൽ കോസ്റ്റ് ലാഭിക്കാൻ പറ്റും അല്ലേ. ഓരോ സിസ്റ്റത്തിലും ഓരോ പ്രിൻ്റർ വെക്കുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഓഫീസൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഒരു പ്രിൻ്റർ മാത്രം, വലിയ പ്രിൻ്റ് ജോലിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു പ്രിൻ്റർ മാത്രം കണക്ട് ചെയ്തിട്ട് ബാക്കി ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഈ ലോക്കൽ പ്രിൻ്ററും. ആ പ്രിൻ്ററിനെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ നെറ്റ്വർക്കിനൊക്കെ പറ്റുള്ളൂ. ഇനി ഈ ഒരു ഫിഗർ നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു നെറ്റ്വർക്കിൽ നോക്കിയാൽ കാണാം, സെൻറ്ററിൽ ഒരു ഹബ്ബ് ഉണ്ട്. പിന്നെ അതുകൂടാതെ 2 PC ഉണ്ട്. ഒരു PC-യിൽ നമ്മളൊരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ PC-ൻ്റെ ഒരു ലോക്കൽ പ്രിൻ്റർ ആയിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രിൻ്ററിൽ ഒരു പിന്നെ PC-യിൽ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹബ്ബ്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു സെർവറിലേക്ക് കണക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ആ ലാപ്ടോപ്പിൽ നമ്മൾ വെബ് ക്യാം കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് റൈറ്റ് സൈഡിൽ താഴെ ആയിട്ട് നെറ്റ്വർക്ക് പ്രിൻ്റർ കാണാം. അപ്പോൾ അത് കണക്ട് ചെയ്ത് നോക്കുക. അത് നമ്മളൊരു സിസ്റ്റത്തിലല്ല കണക്ട് ചെയ്ത്, നേരെ മറിച്ച് നമ്മളൊരു നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റായിട്ട് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നെറ്റ്വർക്ക് പ്രിൻ്ററിൻ്റെ വ്യത്യാസം. നമ്മൾ മറ്റേ ലോക്കൽ പ്രിൻ്റർ ആണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷെയർഡ് പ്രിൻ്ററും
ഒരു ലോക്കൽ പ്രിൻ്ററായിട്ട് നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സിസ്റ്റത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നെറ്റ്വർക്ക് പ്രിൻ്റർ ആണെങ്കിലോ അത് ഡയറക്റ്റായിട്ട് നമ്മൾ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് IP അഡ്രസ്സും മറ്റുമൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതൊരു നെറ്റ്വർക്ക് ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ അല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് പ്രിൻ്ററിൻ്റെ കേസിൽ ഒരുപാട് പ്രിൻറ്റിങ് ജോബ്സ് വരുന്നു അല്ലേ? ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ഈ പ്രിൻറ്റിങ് റിക്വസ്റ്റ് വരും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു കൺജഷൻ വരും അല്ലേ? അപ്പോൾ ഇതിനെ ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെർവർ യൂസ് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് സെർവർ. അപ്പോൾ ഈ പ്രിൻ്റ് സെർവർ നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു സിസ്റ്റം നമുക്ക് പ്രിൻ്റ് സെർവർ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ പ്രിൻ്റ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഉണ്ട്. നമ്മൾ റൗട്ടറും സ്വിച്ചൊക്കെ അല്ലേ, അതേപോലെയുള്ള ഒരു ഡിവൈസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിവൈസിൽ ഇൻബിൽട്ട് ആയിട്ട് അതിൻ്റെ എന്താ പറയുക, ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് സെർവറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന പ്രിൻറ്റിങ് ജോബ്സ് ഒക്കെ മാനേജ് ചെയ്യുക. മാനേജ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഓരോ ജോബുകളും പ്രിൻ്ററിലേക്ക് സ്പൂൾ ചെയ്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റ് സെർവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് സെർവർ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടും യൂസ് ചെയ്യാം. അതുകൂടാതെ ഹാർഡ്വെയർ ആയിട്ടൊരു ഡിവൈസ് പോലെ തന്നെ നമ്മളെ സ്വിച്ച് ഹബ്ബ് പോലുള്ള ഒരു ഡിവൈസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ലോക്കൽ പ്രിൻ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൺട്രോൾ പാനലിൽ വന്നിട്ട് ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എടുക്കുക. ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് അതെടുത്തു കഴിഞ്ഞാൽ അതിൽ കാണിക്കും. ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ടാബിൽ നിങ്ങൾക്ക് വേണം ഫാക്സ്, XPS, സെൻഡ് ടു വൺ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ആക്ച്വൽ പ്രിൻറ്റേഴ്സ് അല്ല, അതൊക്കെ ഒരു വെർച്വൽ ഡിവൈസസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഇപ്പോൾ PDF ഒക്കെ ആക്കില്ല, നമ്മൾ വേർഡ് PDF ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ടു PDF എന്ന് പറയും. അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഡാറ്റ പ്രിൻ്ററിലേക്ക് സെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ പ്രിൻ്ററിലേക്കല്ല, നമ്മളത് PDF ആയിട്ട് ഒരു കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫയലാക്കി മാറ്റുകയാണ് നമ്മൾ പ്രിൻ്റ് ടു PDF എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു പ്രിൻ്റർ, വെർച്വൽ പ്രിൻ്ററാണ് നമുക്ക് കിട്ടുക. അതേപോലുള്ള ഡിവൈസുകളാണ് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെൻഡ് ടു വൺ നോട്ട്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് XPS ഡോക്യുമെൻ്റ് റൈറ്റർ, അതൊക്കെ ഇതുപോലെ വെർച്വൽ പ്രിൻറ്റേഴ്സാണ്, ആക്ച്വൽ പ്രിൻറ്റേഴ്സ് അല്ല. അത് സ്പെഷ്യൽ, അതായത് XPS ഡോക്യുമെൻ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫോർമാറ്റിൽ നമുക്ക് ആ ഫയൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ആക്ച്വൽ പ്രിൻ്റർ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അവിടെ മുകളിൽ കാണുന്ന ആഡ് പ്രിൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സെർച്ച് ചെയ്യും. ഓൾറെഡി ഏതെങ്കിലും പ്രിൻറ്റേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യും. അതായത് നമ്മളെ കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലാണെങ്കിൽ ആ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ, ഷെയർ ചെയ്ത പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ലോക്കൽ പ്രിൻ്ററാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യേണ്ട, കാരണം നമ്മൾ ഒരു ലോക്കൽ പ്രിൻ്ററാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ കാണാം നിങ്ങൾ, ദ പ്രിൻ്റർ ദാറ്റ് ഐ വാണ്ട് ഈസ് ഇൻ ലിസ്റ്റഡ്. ആ ലിസ്റ്റിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രിൻ്റർ ഇല്ല എന്നാണ് ആ ഓപ്ഷന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത പേജിൽ വന്നാൽ കാണാം ഫൈൻഡ് എ പ്രിൻ്റർ ബൈ അതർ ഓപ്ഷൻസ്. അതായത് സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല, അപ്പം വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, പ്രിൻ്ററിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഏതെങ്കിലും പ്രിൻ്റർ ഷെയർ ചെയ്ത പ്രിൻ്റർ ഉണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആഡ് എ പ്രിൻ്റർ യൂസിങ് TCP/IP അഡ്രസ്സ്, അത് നെറ്റ്വർക്ക് പ്രിൻ്റർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതൊന്നുമല്ല, നമ്മൾ ആഡ് എ ലോക്കൽ പ്രിൻ്റർ ഓർ നെറ്റ്വർക്ക് പ്രിൻ്റർ വിത്ത് മാനുവൽ സെറ്റിങ്സ്, ആ ഓപ്ഷന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. ഇപ്പോൾ ഇവിടെ പ്രിൻ്റർ പോർട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഏതെങ്കിലും പോർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവിടെ പോർട്ടുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചാണ് CSHൽ പാരൽ പോർട്ട്, സീരിയൽ പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ LPT1 എന്ന് പറഞ്ഞാൽ പ്രിൻ്ററിൻ്റെ പാരൽ പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പാരൽ പോർട്ട്, സീരിയൽ പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണോ നമ്മൾ പ്രിൻ്റർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് പോർട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പോർട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ LPT1 സെലക്ട് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ദി പ്രിൻ്റർ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. ഏതൊരു ഹാർഡ്വെയർ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പ്രിൻ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ മാനുഫാക്ചേഴ്സ് കാണാം. ഇപ്പോൾ കാനൺ, HP എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാനണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുറേ മോഡൽ പ്രിൻറ്റേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ പ്രിൻ്റർ ഏതാണോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് മോഡൽ ഏതാണ്, ഏത് മാനുഫാക്ചറാണ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലില്ലെങ്കിൽ ഹാവ് ഡിസ്ക്, അത് ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത പ്രിൻ്ററാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഹാവ് ഡിസ്ക് കൊടുക്കുക. ഹാവ് ഡിസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലേ നമ്മൾ CD-യിലായിരിക്കും ആണെങ്കിൽ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്തിട്ട് അതിൻ്റെ പാത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. എവിടെയാണോ അതിൻ്റെ കറക്റ്റ് ഡ്രൈവർ ഉള്ളത് ആ പാത്ത് അവിടെ പറഞ്ഞു കൊടുക്കുക. CD ആണെങ്കിൽ CD കൊടുക്കുക, അല്ലെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ആ ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഓൾറെഡി ഉള്ള ഒരു പ്രിൻ്ററാണ് സെലക്ട് ചെയ്യുന്നത്. HP-ൻ്റെ ഒരു മോഡലാണെന്ന് വിചാരിക്കുക. HP-ൻ്റെ കുറേ പ്രിൻറ്റേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രിൻ്റർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലേസർ ജെറ്റ് 2500 PS അതാണ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ പ്രിൻ്ററിനൊരു പേര് പറയാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ പേരിലാണ് നമ്മൾ ആ ലിസ്റ്റിൽ അവിടെ കാണാം, ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സിലെ ഈ പേരിലാണ് കാണുക. അപ്പോൾ ഞാനിവിടെ ലോക്കൽ പ്രിൻ്റർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ലോക്കൽ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ HP കളർ ലേസർ ജെറ്റ് ലോക്കൽ പ്രിൻ്റർ എന്ന് കൊടുത്തു, നെക്സ്റ്റ് അടിക്കാം. ഇനി പറയുന്നത് ഈ പ്രിൻ്റർ ഷെയർ ചെയ്യണമെന്നാണ് ചോദിച്ചത്. അതായത് ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത ഈ പ്രിൻ്റർ വേറെ ഒരു നെറ്റ്വർക്കിലുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ള യൂസേഴ്സ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡു നോട്ട് ഷെയർ കൊടുത്തു. ഇനി അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളായി. ഇനി പ്രിൻ്റർ ടെസ്റ്റ് പേജ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഇൻസ്റ്റാളേഷൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം, പ്രിൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ പ്രിൻ്റർ അവിടെ കാണാം. HP കളർ ലേസർ ജെറ്റ് 2500 PS ലോക്കൽ പ്രിൻ്റർ. ഇപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കാണാം ഗ്രീൻ കളർ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് പ്രിൻ്ററായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ഏത് പ്രിൻ്ററിൽ വെച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നിലധികം പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിൻ്റർ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മോഡൽ, അതേമാതിരി കാറ്റഗറി അതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ പ്രിൻ്ററിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് അടിച്ച് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. ആ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയറിങ് കാണാം. അപ്പോൾ ഒരു പ്രിൻ്റർ എങ്ങനെ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ കുറേ ടാബ് കാണാം, അതിൽ ഷെയറിങ് ടാബ് കാണും. അപ്പോൾ ഷെയറിങ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും ഷെയർ ദിസ് പ്രിൻ്റർ. അപ്പോൾ ഈ ഒരു പ്രിൻ്റർ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള ആ യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ആ നെറ്റ്വർക്കിലുള്ള യൂസേഴ്സിനൊക്കെ ആക്സസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഷെയർ ദിസ് പ്രിൻ്റർ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബാക്കിയുള്ള യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഷെയർ ദിസ് പ്രിൻ്റർ ടിക്ക് ചെയ്യാം. അപ്പോൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പേര് പറയുന്നുണ്ട്. കാരണം എന്താ, ഇത് നേരത്തെ പറഞ്ഞല്ല, നേരത്തെ നമ്മൾ ലോക്കൽ പ്രിൻ്ററായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുള്ള പേരാണ്. ഇവിടെ നമ്മളിപ്പോൾ ഷെയറിങ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഷെയർ ചെയ്ത ആ പ്രിൻ്ററിന് ഈ നെറ്റ്വർക്കിൽ നോക്കുന്ന സമയത്ത് ഏത് പേരിലാണ് കാണേണ്ടതെന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലോക്കൽ ഷെയർഡ് പ്രിൻ്റർ എന്ന് കൊടുത്തു പേര്. ഇനി ഇവിടെ റെൻഡർ പ്രിൻ്റ് ജോബ്സ് ഓൺ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതായത് ഈ പ്രിൻ്റ് ജോബ്സ് ഏത് കമ്പ്യൂട്ടറിലാണ് ഈ റെൻഡറിങ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആ റെൻഡർ മീൻസ് ഇപ്പോൾ ഒരു പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുത്തു അല്ലേ, പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വേർഡിലുള്ള ഒരു ഫയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് ആ വേർഡ് ഫയൽ നേരെ പോയിട്ട് പ്രിൻ്റ് ചെയ്യല്ല ചെയ്യുന്നത്. നേരെ നമ്മൾ പ്രിൻ്ററിലേക്ക് എന്താ ചെയ്യുന്നത്, ഈ ഡാറ്റനെ കൺവേർട്ട് ചെയ്ത് പ്രിൻ്ററിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് പ്രിൻ്ററിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ അതിനാണ് ഈ റെൻഡറിങ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു റെൻഡറിങ് പ്രോസസ്സ് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മളിപ്പോൾ വേറെ ഒരു പ്രിൻ്ററിലേക്കായിരിക്കും വേറെ ഒരു സിസ്റ്റത്തിലേക്കായിരിക്കും പ്രിൻറ്റിൻ്റെ കമാൻഡ് കൊടുക്കുന്നത് അല്ലേ. അതായത് ഏത് സിസ്റ്റത്തിലാണോ ഈ പ്രിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ആ പ്രിൻ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, റെൻഡറിങ് നടക്കും ഈ ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ എന്താണ്, ഏത് പ്രിൻ്ററിൽ നിന്നാണോ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് ആ പ്രിൻ്ററിൽ തന്നെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിക്ക് മാർക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഏത് പ്രിൻ്ററിലാണോ പ്രിൻ്റർ കണക്ട് ചെയ്തത് ആ പ്രിൻ്ററിൽ വെച്ചിട്ടാണ് എല്ലാ പ്രിൻ്റ് കമാൻഡിൻ്റെയും റെൻഡറിങ് നടക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ആ പ്രിൻ്ററിൽ, അതായത് ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ പ്രിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ആ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, എല്ലാ പ്രിൻ്റ് ജോബ്സും റെൻഡറിങ് അതിൽ നടക്കുന്ന സമയത്ത് അതിൽ വളരെ കൺജഷൻ വരും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ തന്നെ നമ്മൾ ഈ റെൻഡറിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്നത്. ഇനി അപ്ലൈ കൊടുക്കുക, അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പ്രിൻ്റർ ഷെയർ ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്കിൻ്റെ അടുത്ത് ഒരു 2 ആൾ നിൽക്കുന്നത് കാണാം. അതായത് ഷെയറിങ്ങിൻ്റെ സിമ്പലാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ മൈ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടാബ് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള എത്ര പി സി ഉണ്ടോ അത്രയും പി സികൾ അവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് മാത്രം കാണിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്ത ആ പ്രിൻ്റർ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഷെയറിൻ്റെ സിമ്പൽ നോക്കാം, കണ്ടോ, ആ ഒരു സാധാ ലോക്കൽ പ്രിൻ്ററിൻ്റെ സിമ്പലും ആ ഷെയർഡ് ആയിട്ടുള്ള പ്രിൻ്ററിൻ്റെ സിമ്പലും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പോൾ ഷെയർഡ് പ്രിൻറ്റേഴ്സിന് എന്താണ്, ഒരു നെറ്റ്വർക്കിൻ്റെ, അതായത് ഒരു കണക്ഷൻ്റെ ഒരു ചെറിയൊരു സിമ്പലും കൂടി അതിൻ്റെ കൂടെ കാണാം. അപ്പോൾ നമ്മളൊരു പ്രിൻ്റർ എങ്ങനെ ഷെയർ ചെയ്യാമെന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് ഒരു നെറ്റ്വർക്ക് പ്രിൻ്റർ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. ആഡ് പ്രിൻ്റർ കൊടുക്കുക, അതേ ഓപ്ഷൻ തന്നെ. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആഡ് എ പ്രിൻ്റർ യൂസിങ് TCP IP അഡ്രസ് ഓർ ഹോസ്റ്റ് നെയിം, അതാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് ടൈപ്പ് നമ്മൾ TCP IP കൊടുക്കണം. എന്താ TCP IP? നമ്മളെ നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോൾ അല്ലേ. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് പ്രിൻ്ററാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു IP അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പോർട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, IP അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പേര് അവിടെ കാണിക്കും. അപ്പോൾ IP അഡ്രസ്സ് ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അതെന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ പോർട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പോർട്ട് ഓൾറെഡി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്യും, ആ പേരിലൊരു പോർട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ TCP IP പോർട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ IP അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്, അത് നെറ്റ്വർക്ക് പ്രിൻ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഡിവൈസ് ഇസ് നോട്ട് ഫൗണ്ട് എന്നാണ്, കാരണം ഞാനിപ്പോൾ നെറ്റ്വർക്ക് പ്രിൻ്ററിൻ്റെ സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നാലും നമുക്ക് എന്താ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൽ ഡ്രൈവർ നമ്മൾ നേരത്തെ ലോക്കൽ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, സെർച്ച് ചെയ്തിട്ട് അതിൽ കാണുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സിസ്റ്റം ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുറേ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ ഒരു പ്രിൻ്റർ ഇല്ലെങ്കിലും ഡിറ്റക്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ മോഡലും അതിൻ്റെ CD ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് നേരത്തെ അതേ സ്റ്റെപ്സ് തന്നെ, ഏത് പ്രിൻ്ററാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ പ്രിൻ്റർ സെലക്ട് ചെയ്യുക, അതിൻ്റെ മോഡൽ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവും. ഇനി അഥവാ നമ്മളെ കയ്യിൽ ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, CD ഇട്ടിട്ട് ഹാവ് ഡിസ്ക് കൊടുക്കുക, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്തിട്ട് ഹാവ് ഡിസ്ക് കൊടുത്തിട്ട് അതിൻ്റെ പാത്ത് അവിടെ കൊടുത്താൽ മതി.
ഇപ്പോൾ ഇവിടെ ഞാനൊരു മോഡൽ സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ പേര്, അതായത് LBP3460 ആണ്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ നെറ്റ്വർക്ക് പ്രിൻ്റർ നെറ്റ്വർക്ക് മനസ്സിലാൻ വേണ്ടി നെറ്റ്വർക്ക് പ്രിൻ്റർ എന്ന് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇത് ഷെയർ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു പ്രിൻ്റർ ഷെയർ ചെയ്ത് നമ്മളെ സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്തെടുത്താണ് അല്ലേ. അത് വീണ്ടും നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് വേറെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡു നോട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി സെറ്റ് ആസ് ഡിഫോൾട്ട് പ്രിൻ്റർ, അത് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്റർ അത് ഡിഫോൾട്ട് പ്രിൻ്ററായിട്ട് സെറ്റ് ചെയ്യും, ഈ നെറ്റ്വർക്ക് പ്രിൻ്റർ. അല്ലെങ്കിൽ ഫിനിഷ് എന്ന് കൊടുക്കുക. ആ ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്യണ ടെസ്റ്റ് പേജ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫിനിഷ് അടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രിൻ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നെറ്റ്വർക്ക് പ്രിൻ്റർ ഇവിടെ കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഡ്രൈവർ ഇൻസ്റ്റാൾഡ് ആണ് അല്ലേ. ഇനി ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പോർട്സ് കാണാം. അപ്പോൾ പോർട്ടിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള IP അഡ്രസ്സ്, അതായത് 192.168.1.10 അതാണിപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ ആ പോർട്ട്, അതിൻ്റെ പേരിലൊരു പോർട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ IP അഡ്രസ്സ് ചേഞ്ച് ആവുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ആഡ് പോർട്ട് കൊടുക്കുക. ആഡ് പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ പോർട്ട് മാറ്റി കൊടുത്താൽ മതി. പുതിയൊരു പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് TCP/IP പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പോർട്ട് അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിൽ ഏതാണോ നമ്മളെ പുതിയ പോർട്ട് എന്ന് വെച്ചാൽ IP അഡ്രസ്സ് ഏതാണോ ആ പേരിൽ നമ്മളൊരു പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 192.1 ഞാൻ 1.20 കൊടുത്തു. അപ്പോൾ പോർട്ട് ഡിറ്റക്റ്റ് ചെയ്യാണ്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളെ പ്രിൻ്ററിൻ്റെ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് IP അഡ്രസ്സ് മാറ്റി കൊടുക്കാം. അപ്പോൾ മാറ്റി കൊടുത്തിട്ട് ആ പേരിലൊരു പോർട്ട് ക്രിയേറ്റ് ആവും. ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, നേരത്തെ പോലെ തന്നെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് എന്ന് അടിക്കുക. അപ്പോൾ ആ ഒരു പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. പുതിയൊരു പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി നാം 1.10 നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ പോർട്ടിൻ്റെ IP അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേരിൽ ഇപ്പം 1.20 ഞാൻ വേറെ ഇപ്പോൾ പുതിയൊരു പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിലേക്ക് മാറ്റണം. അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആയി ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി ഉള്ളത് കണ്ടില്ലേ 1.10 അത് ഞാൻ 20 മാറ്റുക. അപ്പോൾ 20 പുതിയ പോർട്ട് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചേഞ്ച് ആയി. പുതിയ പോർട്ട് ക്രിയേറ്റ് ചെയ്ത ആ പോർട്ടിലേക്ക് മാറി. അപ്പോൾ നമ്മൾ ഡ്രൈവർ സോഫ്റ്റ്വെയർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇന്ന് നമ്മൾ പ്രിൻറ്റേഴ്സ്, അതായത് ലോക്കൽ പ്രിൻ്റർ, ഷെയർഡ് പ്രിൻ്റർ, നെറ്റ്വർക്ക് പ്രിൻ്റർ. അപ്പോൾ ഷെയർഡ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രിൻ്റർ തന്നെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോക്കൽ പ്രിൻ്ററും ഇതേപോലെയുള്ള നെറ്റ്വർക്ക് പ്രിൻ്ററും ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഷെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.